മുഖസ്തുതി പറയാനും എനിക്കരുത്, അന്യായം. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് നോക്കിയാലോ. ഇന്ന് നമുക്കൊരു ക്രിസ്മസ് ഡിന്നർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറി ഇട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ബീഫ് സ്റ്റൂവിൽ നിന്ന് തുടങ്ങാം. ആദ്യം ഒരു സ്പൂൺ പെപ്പർ പൗഡർ, ഇത് ഒരു സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു സ്പൂൺ സോൾട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കാം. ഗൈസ്, നമ്മുടെ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ജിഞ്ചർ ഗാർലിക് ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അത് ബീഫ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്തിനാ ഓണിയൻസ് ഇടാം. 2 ഓണിയൻസ് എടുത്ത് കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, നമുക്ക് ഗ്രീൻ ചില്ലി ഇട്ട് കൊടുക്കാം. ഇത് അതുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിയെടുക്കാം. നമുക്ക് ബീഫ് ഇതിലേക്ക് ഒഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് കോക്കനട്ട് മിൽക്കും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഇനി ഈ സ്റ്റൂവിൻ്റെ അകത്ത് നട്ട്സ് അരച്ചത് ചേർക്കാം. ഗൈസ്, നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് ജോഷി ചാച്ചനാണ് പൊട്ടറ്റോ മാഷ് ചെയ്യുന്നത്. മാഷ് ചെയ്യാണോ അരിയാണോ എനിക്കറിയില്ല. 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഗൈസ്, നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പുഴുങ്ങാൻ വെച്ചു. കുറച്ച് പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും ഗരം മസാലയും ഇട്ട് ഗൈസ് നമുക്ക് ഈ മാഷ്ഡ് പൊട്ടറ്റോ കൂടി ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്യാം. ഗൈസ്, എന്നെ ഇവിടെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന വ്യക്തി. ഗൈസ്, ഈ ചിക്കൻ നമ്മൾ കുനാന്ന് പറഞ്ഞിങ്ങനെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞ് വെച്ച ചിക്കനും കൂടി മിക്സ് ചെയ്ത് നമ്മുടെ ഡോ ഇവിടെ സെറ്റ് ആയി കിട്ടുമോ എന്നോ എന്താ പറയുക. അത് ഗൈസ്, നമുക്കിനി ഇത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്നുണ്ട് ഗൈസ്. ഗൈസ്, നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുന്നു. അത് ഞാൻ അപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. മാവൊഴിച്ച് How was my food? How is my big fry? മുഖസ്തുതി പറയാനും എനിക്കരുത്, അന്യായം.